നവംബർ 20-ന് ലോകമെമ്പാടുമുള്ള 700-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളും സ്മാരകങ്ങളും ചുവന്ന നിറത്തിൽ പ്രകാശിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളെ അപലപിച്ചും പീഡിത ക്രൈസ്തവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഇത് നടന്നത്. ആഗോള പ്രസിദ്ധമായ സ്പെയിനിലെ സഗ്രഡ ഫാമിലിയ ബസിലിക്ക, ലൂർദ് തീർത്ഥാടന കേന്ദ്രം, ഫ്രാൻസിലെ ചരിത്ര പ്രസിദ്ധമായ നൊട്രാഡാം കത്തീഡ്രൽ, കൊളംബിയയിലെ ഔർ ലേഡി ഓഫ് ലാസ് ലജാസ് തുടങ്ങിയ പ്രസിദ്ധമായ ദേവാലയങ്ങളിലും രക്തത്തിന്റെ പ്രതീകമായി ചുവപ്പ് നിറത്താൽ ദീപാലങ്കാരം നടത്തിയിരുന്നു. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദി ചർച്ച് ഇൻ നീഡിന്റെ ആഹ്വാനപ്രകാരം റെഡ് വെനസ്ഡേ ആചരണത്തിന്റെ ഭാഗമായാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് നടന്നത്. ജർമ്മനി, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ബെൽജിയം, കാനഡ, ചിലി, കൊളംബിയ, ദക്ഷിണ കൊറിയ, സ്ലോവാക്യ, സ്പെയിൻ, ഫിലിപ്പീൻസ്, ഫ്രാൻസ്, അയർലൻഡ്, ഇറ്റലി, മാൾട്ട, മെക്സിക്കോ, നെതർലാൻഡ്, പോളണ്ട്, പോർച്ചുഗൽ, സ്വിറ്റ്സർലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം എന്നീ വിവിധ രാജ്യങ്ങളിൽ ഈ ആചരണം നടന്നു. 2015 മുതലാണ് പീഡിത ക്രൈസ്തവരെ പ്രത്യേകം അനുസ്മരിച്ച് ചുവന്ന വാരത്തിന് ആരംഭമായത്. അന്ന് ബ്രസീലിലെ ACN ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ റിയോ ഡി ജനീറോയിലെ പ്രസിദ്ധമായ ക്രൈസ്റ്റ് ദി റെഡീമർ ചിത്രം ചുവപ്പ് നിറത്താൽ പ്രകാശിപ്പിച്ചിരുന്നു. അന്നു മുതൽ റെഡ് വീക്ക് ആചരണം നടക്കുന്നുണ്ട്. അതിനുശേഷം സ്പെയിൻ, പോർച്ചുഗൽ, സ്ലോവാക്യ, ഇറ്റലി, ഫിലിപ്പീൻസ് എന്നിവയുൾപ്പെടെ അനേകം രാജ്യങ്ങൾ ആചരണത്തിൽ പങ്കുചേരുകയായിരുന്നു. ആഗോളതലത്തിൽ ക്രൈസ്തവർക്ക് നേരെ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ആചരണത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്.